കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണേ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. പരസ്പര സ്നേഹവും നന്മയും നിറഞ്ഞ ഒരു കുടുംബജീവിതം നിനക്കുണ്ടായി കണ്ടാ മതി. അച്ഛന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പകുതി സന്തോഷമായി. ഉണ്ടല്ലോ, ഇപ്പോഴൊന്നല്ല, എപ്പോഴും എന്നും എന്റെ മോൾക്ക് അച്ഛന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പോട്ടെ ഞാൻ. അച്ഛാ, 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 ഇതുവരെ ഉണർന്നില്ലേ? അച്ഛന്റെ ഒരു കാര്യം. അച്ഛാ, അച്ഛാ,
എന്താ ഗീത? എന്താ എന്ത് പറ്റിയെന്ന് പറ. എന്താ മോളെ? സ്റ്റേഷനിൽ നിന്നായിരിക്കും രാവിലെ. മൊബൈലിൽ വിളിച്ച എടുക്കത്തില്ലെന്നറിയാം. അതാ ലാൻഡ് ഫോണിൽ കിടന്ന് വിളിക്കുന്നേ. പിന്നെ പലിശ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് ദാമോദരനോട് പറഞ്ഞേരെ. ഹലോ, ബാഹുലേ സാറാണോ? അതെ, ആരാ? സാറേ, ഞാൻ ഭാര്യ. അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താ? പെട്ടെന്ന് ഇങ്ങോട്ട് വരുമല്ലോ. എന്താ? ശരി സാറേ, ശരി. സ്റ്റേഷനിൽ നിന്നാണോ? എന്താ കേസ് കേട്ട്? സ്റ്റേഷനിൽ നിന്നല്ല, പക്ഷേ കേസ് കേട്ടാ. എടാ രമേശ, എന്താച്ചാ? ആ ഭാര്യരാ വിളിച്ചത്. നിന്റെ ഭാര്യ വീട്ടിലൊരു വിശേഷം. എന്താ? മാഷ് പണി പറ്റിച്ചടി. അങ്ങേര് തൂങ്ങി മരിച്ചെന്ന്. സത്യമാണോ? പിന്നെ രാവിലെ തമാശ പറയാം. മാഷിന്റെ മുറി തന്നെയാ. എപ്പോഴായിരുന്നു? അതാർക്കും അറിയില്ല. ഗീത കുറച്ചു മുമ്പ് ചായമായിട്ട് ചെന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നില്ല. അവൾ അകത്ത് ചെന്ന് നോക്കിയപ്പോ ഫാനിൽ തൂങ്ങി നിൽക്കുന്നു. രണ്ടിൽ ആരെങ്കിലും ഒരാൾ, ഒന്നുകിൽ മാഷ അല്ലെങ്കിൽ ശാരദ, എന്തെങ്കിലും കടുകൈ ചെയ്യുന്ന എനിക്ക് അപ്പോഴേ തോന്നിയതാ. അത് അച്ചട്ടായേ. ഗീതയുടെ അച്ഛന്റെ ഇന്നലത്തെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തിൽ ഒരു പന്തികേട് ഉണ്ടായിരുന്നു. അതിങ്ങനെയായി തീരുമെന്ന് ഞാൻ ഗീത ഒന്ന് വിളിക്കട്ടെ. എന്തിന്? വെറുതെ ഒരു കോൾ എന്തിനാ വേസ്റ്റ് ആക്കുന്നേ? എന്തായാലും നമ്മൾ ഉടനെ അങ്ങോട്ട് എഴുന്നള്ളണ്ടേ? അടുത്ത ബന്ധുക്കളല്ലേ? പോരാത്തതിന് ഞാനൊരു SIയുമായി പോയി. ഒന്നൊഴിഞ്ഞപ്പം മറ്റൊന്ന്. ഞാൻ എന്തായാലും പുട്ടിനുള്ള പൊടി കൊഴിച്ചു വെച്ചു. അത് പുഴുങ്ങി തിന്നിട്ട് പോയാ മതി. ഒരു പെൺകുട്ടി മുഖാന്തരം ഉണ്ടായ പ്രശ്നങ്ങളെ എന്നാലും വല്ലാത്ത ട്രാജഡി ആയിപ്പോയി. എന്തായാലും നിനക്ക് കിട്ടാനുള്ള 5 ലക്ഷം രൂപ നേരത്തെ വാങ്ങിയെടുത്തത് നന്നായി. അത് കൈ കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ ആ വാദ്യാര് കയറി തൂങ്ങിയിരുന്നെങ്കിൽ സംഗതി ഷൂ ആയി പോയേനെ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ നോക്കാം. നോക്കി നിൽക്കാതെ നീ ആ പുട്ടെടുത്ത് അടുപ്പത്തോട്ട് കയറ്റി സൗദാമിനി. ചുരുക്കത്തി ആ പിഴച്ച പെണ്ണ് തന്തയുടെ ജീവൻ എടുത്തു. കാര്യം ഇതൊക്കെയാണെങ്കിലും ആളൊരു പാവായിരുന്നു. ഓ പിന്നെ ശാരദേട്ടത്തിയോട് ഇപ്പൊ പറയാതിരിക്കുന്ന നല്ലത്. പറയേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. ആകെ തകർന്നിരിക്കുക. അതിന്റെ കൂടെ ഇതുകൂടെ ആയാൽ താങ്ങാൻ പറ്റില്ല. ഉമ്മ ചെന്ന് നോക്കിയപ്പോ ഏട്ടത്തി ഉറങ്ങാണോ? ഉറക്കമല്ല, ഒരു മയക്കം പോലെ. ഇന്നലെ മുതൽ അങ്ങനെയാ അമ്മ. ചിലപ്പോ കണ്ണു തുറന്ന് കിടക്കും, വിളിച്ചാലൊന്നും മിണ്ടില്ല. എന്തെങ്കിലും ചോദിച്ചാലോ കരച്ചില്. ഗീതയുടെ കണ്ണിതുവരെ തോന്നിട്ടില്ല. പിന്നെ ചേച്ചിയുടെ കാര്യം പറയണോ? മാഷങ്ങളുടെ കാര്യം ഗംഗ അറിയിക്കണ്ടേ അച്ഛാ? അതിപ്പോ അറിയിക്കണമെന്നാ എന്റെ അഭിപ്രായം. എന്തിന്? അതിന്റെ ആവശ്യമില്ല. എത്രയായാലും പോയത് അച്ഛനല്ലേ? അതുകൊണ്ട് അതിനു മുമ്പേ സ്ഥലം വിട്ട മകളെ അറിയിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഗംഗ വിവരം അറിയുമ്പോ നമ്മളോടായിരിക്കും പരിഭവം. എന്നാലും ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? ഓർത്തില്ലെന്ന് പറയണം. നിങ്ങൾക്കാർക്കും വയ്യെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അത്രയ്ക്ക് നെറികെട്ട പ്രവൃത്തിയാ ഗംഗയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അല്ലെങ്കിൽ ഗീത പറയട്ടെ. എനിക്കൊന്നും അറിഞ്ഞൂടാ. അതെ, നമ്മളല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ബന്ധുക്കളുണ്ട്. രമേശനും വീട്ടുകാരും വരട്ടെ. അടുത്ത ബന്ധുക്കൾ അവരാണല്ലോ. എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. അവരെത്തിയെന്ന് തോന്നുന്നു. സാർ, പുറത്താരും അറിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. എവിടെയാ? അവിടെ എനിക്ക് കാണാൻ വയ്യ. ഒന്നപ്പുറത്തേക്ക് ചെന്നാട്ടെ. ഗീതയും മറ്റും അവിടെ ഉണ്ട്. പിന്നെ
ശാരദയായിട്ട് ഇതുവരെ വിവരം അറിഞ്ഞിട്ടില്ല. അതൊന്നും മനസ്സിൽ വെച്ചേക്കണം. വെള്ളം. വാ. സാറേ, എന്താ വേണ്ടതെന്ന് ഒരു രൂപവുമില്ല. നിങ്ങൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു. തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് രമേശനും സാറും കൂടെ തീരുമാനിക്കണം. ബന്ധുക്കളെന്ന് പറയാൻ ഇപ്പൊ വേറെ ആരുമില്ല. അച്ഛാ, സ്റ്റേഷൻ അറിയിച്ചിട്ടുണ്ട് ഞാൻ. CPOയും 3-4 പേര് ഇപ്പൊ വരും. ലോക്കപ്പിലുള്ള 2 പുള്ളികളെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ബോഡി അടിച്ചെടുക്കണ്ടേ? അച്ഛാ, പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വല്ല വകുപ്പുണ്ടോ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ? പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. അല്ല സാറേ, വേറെ സംശയിക്കത്തക്കതായിട്ടൊന്നുമില്ല. എങ്ങനെയെങ്കിലും കീറി മുറിക്കലൊന്നും ഒഴിവാക്കിയിരുന്നെങ്കിൽ. സംഭവം സൂസൈഡ് അല്ലേ? ആത്മഹത്യ ചെയ്ത ആളിന്റെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഇത് പ്രശ്നമാവും. എന്റെ ജോലി അവരെ ബാധിക്കും. ഒരു സബ് ഇൻസ്പെക്ടറുടെ ബന്ധുവീട്ടിൽ നടന്ന സംഭവമാണ്. മറ്റൊന്നും ആലോചിക്കാനില്ല. പോസ്റ്റ്മോർട്ടം മസ്റ്റാണ്. ഒരു ചടങ്ങിന് വേണ്ടി അത് നടത്താൻ പറ്റുമല്ലോ. അച്ഛൻ പോലീസ് സർജനോടൊന്ന് സംസാരിച്ചാൽ. അത് നോക്കാം. അധികം ലേറ്റാകാതെ നടപടികൾ പൂർത്തിയാക്കി ബോഡി വിട്ടുതരാൻ പറയാം. കൊണ്ടുവന്ന ഉടൻ തന്നെ അടക്കം നടത്തണം. ഇവിടെ തന്നെ ദഹിപ്പിക്കാമെന്നാ വിചാരിക്കുന്നേ. അതല്ലേ രമേശ നല്ലത്? അത് മതി. പിന്നെ മാസ്റ്ററിനും ഒരു അനന്തരവളോ അനിയനോ ഒക്കെ ഇല്ലേ? പിന്നെ ശാരദയടത്തിയുടെ വീട്ടുകാര്. ഏറ്റവും അടുപ്പമുള്ള കുറച്ചു പേരെ അറിയിച്ചാൽ മതി. പിന്നെ സഞ്ജയനെ കാർഡ് അടിക്കുമ്പോഴും മരണവിവരം യഥാസമയം അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഒരു വാചകം കൂടി ചേർത്താ മതി. ഏത്? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. എന്താ സാറേ? ഗംഗയുടെ കാര്യമാണ്. എന്താ, അവള് വിളിക്കുകയോ മറ്റോ ചെയ്തോ? അതല്ല, മരണവിവരം ഗംഗയെ അറിയിക്കണ്ടേ എന്ന് ആര് പറഞ്ഞു? എന്നാലും ഞാനൊരു അഭിപ്രായം ചോദിച്ചതാ. അക്കാര്യത്തിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ: വേണ്ട. അച്ഛാ, നിന്നോട് ചോദിച്ചില്ല. അഭിപ്രായവും തീരുമാനവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അറിയിക്കണ്ട. ഒരു കാരണവശാലും അവൾ അറിയരുത്. അതിന്റെ ആവശ്യമില്ല. സാറേ, ഗംഗ ചെയ്തത് തെറ്റാണ്, ഓർക്കാനാവാത്ത അപരാധം എന്ന് കരുതി അവൾ മാഷിന്റെ മകളല്ലാതാകുന്നില്ലല്ലോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മാഷ് ഒരു തവണ പോലും ഗംഗയെ തള്ളി പറഞ്ഞിട്ടില്ല, ശപിച്ചിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ. അങ്ങനെയുള്ള അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണാനുള്ള അവസരമെങ്കിലും നഷ്ടപ്പെടുത്തുന്നത് ശരിയാണ്? മാഷിന്റെ ആത്മാവ് അത് സഹിക്കോ? മാഷേ, ഈ തൂങ്ങി നിൽക്കാൻ കാരണം ആരാ സാറേ? അത്രയും പ്രിയപ്പെട്ട ആ പുന്നാര പുത്രി. അവൾ കാരണമല്ലേ അങ്ങേരെ ആത്മഹത്യ ചെയ്തത്? എന്നിട്ടും അവളോട് നിങ്ങൾക്ക് സഹതാപം. സമ്മതിക്കില്ല വാര്യർ സാറേ. അവളെ ഈ വിവരം അറിയിക്കേ വേണ്ട. അവളൊട്ട് വരികയും വേണ്ട. ഇത് അവസാനത്തെ തീരുമാനമാണ്. നീ വാ. ഗംഗ, ഞാൻ ഇറങ്ങുക. ഓഫീസിൽ ജോലിക്കൂടുതലുള്ള സമയം. കുറച്ച് നേരത്തെ എന്നാ അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ. ഞാൻ കാരണം സോളമൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഭംഗിവാക്കാവും. ഒരു സുഹൃത്ത് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ബുദ്ധിമുട്ടെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. പിന്നെ ഗംഗ ഇവിടെ ഉള്ളത് കാരണം ഞാൻ ജോലിക്ക് പോവാതെ ലീവ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഗിരി ഇന്നെങ്കിലും വിളിക്കുമായിരിക്കും. അതെ, പ്രതീക്ഷിക്കാം. ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. വേണ്ടായിരുന്നു, വിശപ്പ് തോന്നിയില്ല മുതലായ പതിവ് പല്ലവികളൊന്നും എനിക്ക് കേൾക്കണ്ട.
4 മണിക്ക് ചായ ഇട്ട് കുടിക്കുകയും വേണം. ഗംഗയ്ക്ക് വിശപ്പില്ലായിരിക്കും, മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷേ ഉള്ളിലൊരു ജീവൻ വളരുന്നുണ്ട്. അതിനു വേണ്ടി താൻ ഫുഡ് കഴിക്കണം. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയെങ്കിലും പരിഹാരം ഉണ്ടാവും. ഇപ്പൊ പട്ടിണി കിടന്ന അതിന്റെ കേട് അന്ന് പരിഹരിക്കാൻ കഴിയില്ല. അത്ര ഓർത്താ മതി. ഞാൻ കഴിച്ചോളാം. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ട. വീട്ടിൽ ആളുള്ളതായി അറിയണ്ട. ഹൗസ് ഓണർ ചെറിയാൻ സാറ് ഇടയ്ക്കൊക്കെ വന്ന് നോക്കിപ്പോകുന്ന പതിവുണ്ടേ. പുള്ളിക്കാരന് സംശയം തോന്നരുത്. വാതിലകത്തുനിന്ന് പൂട്ടിക്കോ. ശരി. ഹലോ, ആ ആണ്. ഗിരിയാണോ മോനെ? എന്തോന്ന് പ്ലാനോ? എന്തോന്നിൻ്റെ പ്ലാൻ? നിന്റെ പ്ലാനൊന്നും ഇവിടെ നടക്കുകയല്ല. ഇയാൾ ഫോൺ വെച്ചേ. ആരായിരുന്നു അമ്മേ? ഫോണിൻ്റെ ആഫീസിൽ നിന്നാ. അവർക്കെന്തോ പുതിയ പ്ലാനുണ്ട് പോലും. എൻ്റെ അടുത്ത് അവന്മാരുടെ പ്ലാൻ. ചെറുക്കനാണെന്ന് വിചാരിച്ച് ഓടി വന്നതാ. അമ്മയുടെ ആക്രമണം കണ്ടപ്പോഴേ തോന്നി ഗിരിയേട്ടനായിരിക്കില്ല എന്ന്. നിന്റെ മോന്തായം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു അവനായിരിക്കില്ല വിളിക്കുന്നതെന്ന്. മനഃപൂർവ്വം ഗിരി ഫോൺ ചെയ്യാത്ത എനിക്കറിയാം. മനസ്സില്ലാ മനസ്സോടെ പോയതല്ലേ. നിർബന്ധിച്ച് പറഞ്ഞയച്ചതിനെ അവൻ എന്നെ വിഷമിപ്പിക്കുക. അതൊന്നും അല്ലമ്മേ, സമയം കിട്ടി കാണില്ല. പിന്നെ ഒരു ഫോൺ എടുത്ത് 2 വാക്ക് പറയാൻ മണിക്കൂറുകൾ വേണമല്ലോ. ഇവിടെ ഇരിക്കുന്നവരുടെ സങ്കടമൊന്നും അവനൊരു പ്രശ്നവും അല്ല. സാധാരണഗതിയിൽ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കാത്ത അമ്മയ്ക്ക് ഇത്രമാത്രം വിഷമമുണ്ടോ? ആരുടെ സങ്കടമാടി ഞാൻ മനസ്സിലാക്കാത്ത? നിന്റെ നായരുടെയോ? ആ ചേച്ചി മറ്റൊരു ഗതിയില്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഗിരിയേട്ടന്റെ വീട്ടിൽ ആശ്രയം കിട്ടുന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട്. എന്നിട്ട് ആ പാവത്തിന് മുന്നിൽ വാതില് വലിച്ചടച്ചു. ഒരുപാട് വേദനിച്ചു കാണും ആ പാവത്തിന്. ഓ, അപ്പൊ അതാ നിന്റെ സൂക്കേട്. ഗംഗാദേവിയെ സ്വീകരിച്ചിരുത്താത്തതിന്റെ പേരിൽ ദൈവം തന്ന ശിക്ഷയാണെന്ന്. കൊള്ളാം. ഇങ്ങനെയുള്ള മക്കളെ വേണം പെറ്റ തള്ളമാർക്ക് കിട്ടാൻ. ഡേ, അധികം അങ്ങ് കിഴക്കോട്ട് പോവല്ലേ വേണേ. അവിടെ ഒരു കണ്ടുപിടുത്തം. കണ്ണിലും മുളകരിച്ചു തേക്കും ഞാൻ. അമ്മേ, പവിത്രമായിട്ടും വന്നില്ല സുനത്തെ? എനിക്ക് തോന്നി ചേട്ടന്റെ സൗണ്ട് കേട്ടെന്ന്. ഗിരി വിളിക്കാത്തതിന്റെ പ്രയാസത്തിൽ നിൽക്കുക ഇവിടെ. അതിനിടയ്ക്കാ അവിടെ ഒരു പവിത്രക്കെട്ട്. അതിന് അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്റെ ഭർത്താവിന്റെ കാര്യമല്ലേ ചോദിച്ചേ. അതിരാവിലെ പോയതാ, എങ്ങോട്ടാണെന്ന് പറഞ്ഞുമില്ല. പവിത്രനെ ഞാൻ ഒരിടത്ത് വരെ പറഞ്ഞയച്ചിരിക്കുക. കുറച്ചു കഴിഞ്ഞേ വരൂ. എവിടെ അമ്മേ? സോളമൻ താമസിക്കുന്നിടത്ത്. അതെന്തിനാ? ഒരു പരിശോധനയ്ക്കാ. ആ ത്രിപുരസുന്ദരി ഉണ്ടല്ലോ ഗംഗ, അവളെ സോളമന്റെ വീട്ടിലുണ്ടോന്ന് അറിയണം. അവൻ പോയി നോക്കിയിട്ട് വരട്ടെ. അവൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ അമ്മേ പ്രശ്നം? പ്രശ്നമാണ്. ആ ചേച്ചി ഇവിടുന്ന് ഇറക്കി വിട്ടു. അവരെവിടെങ്കിലും പോയി താമസിച്ചോട്ടെ, നമുക്കെന്താ? ഈ അമ്മ ഒരു ദുഷ്ടത്തിയാ. ആണടി, നിന്റെ അവാർഡ് എനിക്ക് വേണ്ട. അവൾ എവിടെ പോയി തൊലഞ്ഞാലും എനിക്ക് ഒന്നുമില്ല. പക്ഷെ സോളമന്റെ അടുത്ത് തങ്ങുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും. വിവരം ഗിരി അറിയും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പവിത്രം പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. ഉണ്ടെങ്കിൽ അവളെ അവിടുന്ന് പോകയ്ക്കണം. അതിനുള്ള പണിയൊക്കെ പിന്നെ ചെയ്യാം. നീ അധികം ആലോചിച്ച് തലയൊന്നും പോയിക്കണ്ട. ഞാൻ വിചാരിക്കുന്നത് നടക്കൂ. മാറങ്ങോട്ട്. ഇപ്പൊ ഇവിടെ എന്താടി ഉണ്ടായത്?
ഓ ഓ, 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 അയ്യോ ഓ പൂട്ടിയിട്ടില്ലായിരുന്നു. സിനിമാക്കാർക്ക് മാത്രമല്ല അബദ്ധം പറ്റുന്നത്. ആ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ.